ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ പാർട്ട് 1 വീഡിയോ ആണ്. ശ്രദ്ധിച്ചുള്ള ഒരു മാർക്കാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSCയുടെ ഉത്തരസൂചി പ്രകാരം 5. എന്നാൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ 6. ഇരവികുളം, സൈലൻറ്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല എന്നിവയാണ് PSC ഉത്തരസൂചിക പ്രകാരമുള്ള നാഷണൽ പാർക്കുകൾ. എന്നാൽ പെരിയാറും കേന്ദ്ര വനംവകുപ്പിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലെ നാഷണൽ പാർക്കാണ്. സൈലൻറ്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഇരവികുളം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ഇരവികുളം പാർക്കിലെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975-ലും അതിനെ നാഷണൽ പാർക്ക് ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയത് 1978-ലുമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്കാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് ചോദിച്ചാൽ അത് ഇരവികുളമാണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗം കൂടിയാണ് നീലഗിരി താറായ വരയാട്. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ അതിന് ആൻസറും വരയാടാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളമാണ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആണ് വരയാടിൻ്റെ ശാസ്ത്രീയ നാമം. പെരിയാർ ദേശീയോദ്യാനം പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയും ഇടുക്കി ജില്ല തന്നെയാണ്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക്. പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല. 2019 മീറ്ററാണ് ഉയരം. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1982-ലാണ് പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്നത്. ആനമുടിച്ചോല ആനമുടിച്ചോല ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 2003-ആണ്. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകൾ എന്ന് ചോദിച്ചാൽ അത് ഇടിവര ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ് എന്നാണ്. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 2003-ആണ്. ആനമുടിച്ചോലയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്